മേങ്ങച്ചോല എത്തി ചന്തേരന്റെ കൂടെ പിള്ളേർ ശരിക്കാ പ്രേമചേട്ടൻ വെറുതെ അല്ല വരാത് വരുമ്പോ അത്ര പ്രശ്നമില്ലായിരുന്നു. കൂടെ ഇങ്ങനെ മൂടാൻ തുടങ്ങി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുഫിയാണ്. ഞാനിപ്പോൾ നെല്ലിമാള എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ നേരെ മേലൊരു മലയുണ്ട്, അങ്ങോട്ടേക്ക് ക്ലൈംബ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, ഈ റൂട്ട് മുട്ടിൽ നിന്ന് വന്ന് നേരെ തൃക്കൈപ്പറ്റ മേപ്പാടി ആ റൂട്ടിലേക്ക് കയറുന്ന റൂട്ടാട്ടോ. ഓക്കെ, അപ്പോൾ ഞാനും ബഷീർക്കുണ്ട്. ബഷീർക്ക് പെടലിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. പോയിട്ട് അടുത്ത വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ റൈഡേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നല്ല ക്ലൈംബാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റൂട്ട് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ജസ്റ്റ് അടുത്ത ആൾക്കാരോട് ചോദിച്ചാണ്. പക്ഷെ നല്ല ക്ലൈംബാണെന്ന് കേട്ടോ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം, ഒരു എന്താ സ്ഥിതി നോക്കാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ബഷീർക്ക് അതാ തുടങ്ങി. ബഷീർക്ക് ഫുള്ള് ഡൗൺ ആയിക്കോട്ടോ, ഫുള്ള് ഡൗൺ ആയിക്കോ. പക്ഷെ മേലെ ഫുള്ള് കോട മൂടി കിടക്കാം. നമ്മൾ എത്തുമ്പോഴത്തേന് അതൊക്കെ മാറും തോന്നുന്നു. അപ്പോൾ എന്തായാലും പോയി നോക്കാം. എന്നാലും കയറി നോക്കല്ലേ, ഒരു ബൈക്ക് വന്നല്ലേ. അപ്പോൾ ഈ റൂട്ടിൽ കയറിയിട്ട് നമുക്ക് നേരെ അടുത്ത തൊട്ട് അതായത് മാണ്ടാട് എന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് പറഞ്ഞത്. 2 കിലോമീറ്ററോളം കയറ്റം തന്നെയാണ് കേട്ടോ പറഞ്ഞത്. തുടങ്ങി റോഡ് കോൺക്രീറ്റ് റോഡാട്ടോ. 2 സൈഡിലും കോഫി പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ കട്ട ക്ലൈംബാണ് മക്കളെ. അത് നോക്ക് ചെറുക്കാ, ഒന്നായിക്കോ. ചെറുക്കതാ പാട്ടും കേട്ട് കയറി വരുന്നുണ്ടേ. അടിപൊളിയല്ലേ? നല്ല എലിവേഷൻ കേട്ടോ. അധികാരം എക്സ്പ്ലോർ ചെയ്യാത്ത ലൊക്കേഷനിലേക്കാട്ടോ നമ്മൾ പോണേ. ഇതൊന്നും വിഷയമല്ല, കയറുമ്പോഴുള്ള ഭയങ്കര സാധനം കേട്ടോ. ആ കയറുമ്പോൾ തന്നെ ഉള്ളതുണ്ടല്ലോ, അത് കുറച്ച് നല്ല പിടുത്തുണ്ട്. പോയോക്കാം. നല്ല കോട മാറിയിട്ടില്ല. ഓട്ടെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പാട്ടൊന്നും കേൾക്കില്ലല്ലോ. ആ വാ, ലെവലായി. അധികം നിർത്തണ്ട. ഉണ്ടോ നല്ല കിടിലൻ പ്ലാന്റേഷൻ. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് കോടയാണ്. പിന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. എന്താ ചെറുക്ക? നമ്മൾ മറ്റേ അതില്ലേ സൺറൈസ്, മറ്റേ കുറുമ്പാലക്കോട്ട. അതിനെക്കാളും അടിപൊളിയല്ലേ? അതിൻ്റെ അടുത്ത് ഒന്നുമില്ല. ഭയങ്കര രസട്ടോ. പക്ഷേ ഫുള്ള് കോടയാണ്. ഞാൻ ഫ്ലവറൊക്കെ ഒന്നെടുത്താ വീട് നല്ല ക്ലൈംബ് കയറി ഒന്നാണ്. പ്ലാന്റേഷനാണ് സൈഡിൽ. ഒരു ചെറിയ വീടുണ്ട്. അപ്പോൾ ആ വീടിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് കോടയാണ്. ബഷീർക്ക് കഥ നല്ല റെസ്റ്റിലാണ്. ബഷീർക്ക കേട്ടോ. പുള്ളിക്കാരൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ പാട്ടൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഓക്കെ, മോനെ ഫ്രണ്ട് പോകുന്നുണ്ട് കേട്ടോ ബഷീർക്ക. നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല എന്താ പറയുക, നല്ല ഫ്രഷാണ്. ഫ്രഷ് എയർ, പൊള്യൂഷനൊന്നുമില്ല. കട്ടിങ്ങൊക്കെ ശ്രദ്ധിച്ച് പോണേ. ഇറക്കത്തിലേ ചില ഡിപ്പുണ്ടാവും. വിട്ടോ പോയോട്ടെ. കുറേ പോകണ്ടോ മലേൻ്റെ മേലേക്ക്? കുറേ പോകണം അല്ലേ? നല്ല രസമല്ലേ മേലെ പോയാൽ? അടിപൊളിയല്ലേ? ഓ, ഇനിയും കേട്ടാണ്. ഓ മൈ ഗോഡ്, മാറിക്ക്. വല്ലാത്ത ഇവിടെ
ഏത് പടയിലും പൊട്ടിക്കണേ. നിങ്ങളെ വളവെത്തിട്ട് എന്താ സ്ഥിതി നോക്കേ. ആ മാറി മാറി, അവിടെ അവിടെ നിന്നോ. ഓ മൈ ഗോഡ്. ചേച്ചി കടിക്കോ? ഈ റോഡിൽ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കുറേ സമയം കിട്ടും കേട്ടോ. നല്ല കട്ട ക്ലൈമ്പാണ്. ഓക്കെ, ഈ ക്ലൈമറ്റും ഇവിടെയുള്ള ചുറ്റുപാടൊക്കെ നമുക്ക് മര്യാദയ്ക്ക് ആസ്വദിച്ച് വരാം. രക്ഷയില്ല. ശരിക്കാ നോക്കിക്കോ, തുടങ്ങിക്കോ. അടുത്ത് സംഭവം നല്ല പിടിച്ചില്ല ശരിക്കാ. ഫോറസ്റ്റ് ഏരിയ ആണ്, അപ്പോൾ അധികം ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ ശരിക്കാ, പ്രേന്തേട്ടൻ വെറുതെ അല്ല വരാത്തത്. ആ, നമ്മുടെ ഇന്നലെ വരെ വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് വരാത്തെന്താ അറിയാം. ഇതിന്റെ മുന്നേ 30 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് മൂപ്പർക്ക് കറക്റ്റ് അറിയാം. ആ, അപ്പോൾ നമ്മളെ നെല്ലിമാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ വന്നിട്ടുണ്ടാവുള്ളൂ. എലിവേഷൻ്റെ പൂരാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ വേറെ ലെവലാണ്, കട്ട എലിവേഷനാണ്. പക്ഷേ റോഡ് കോൺക്രീറ്റ് റോഡാണ്. പക്ഷെ എന്നാലും നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ പൊന്തുന്നതുകൊണ്ട് നമുക്ക് ക്ലൈംബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറെ ലെവലാട്ടോ ഈ ഒരു സ്പോട്ടിൽ. എൻ്റെ പുറകെ നേരെ കാണുന്നത് കുറച്ചുകൂടി മേലേക്ക്, ആ ഒരു മലേൻ്റെ മേലേക്കുണ്ട്. ഏട്ടാ നല്ല സുഖം. കാല് വേദനിക്കൂലേ? റെസ്റ്റ് എടുത്ത് ഇങ്ങനെ വരും. ഇങ്ങോട്ട് കുറേ ഉണ്ടോ? അവിടെ കയറിയ നല്ല കാഴ്ചയാണോ? താഴേക്ക് നല്ല കാഴ്ച. ഇന്ന് മഞ്ഞില്ലേ? ആ, മഞ്ഞായതുകൊണ്ട് ഇവിടെ എത്ര വീട്ടുകാരുണ്ട്? ഇവിടെ 40-40 വീട്ടുകാരുണ്ട്. കുറച്ചേറെ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു ഏരിയയിലാ? ആ, ഇവിടെ വേങ്ങന്മാരാ. ഇത് വേങ്ങ. ഇവിടെ വേങ്ങച്ചോല പേര്. വേങ്ങച്ചോല അങ്ങനെ ഒരേ സ്ഥലത്തിന് വേങ്ങച്ചോല. ഞങ്ങൾ രസത്തിന് അങ്ങനെ കയറി നോക്കിയതാ, പക്ഷെ ഭയങ്കര രസമായി പോയി. ഞങ്ങളൊരു 7:30 ആയപ്പോൾ താഴെത്തിണ്ടാവും. ചോല എത്തി. ചന്തേരൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇനി അടിപൊളിയാണ്. അപ്പം ഇനി കുറച്ചുകൂടി മേലേക്ക് പോയി കഴിഞ്ഞാൽ ഈ റോഡ് അങ്ങ് തീരും. അപ്പം നമുക്ക് തിരിച്ചു പോവാം. അതെന്താ സാറല്ലേ? അപ്പം നിങ്ങളിതാ ആ ഫോറസ്റ്റ് ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ റോഡ് തീരുന്നവരെ പോവാന്നുള്ളതാണ്. ഓക്കെ ശരിക്കാം. അടിപൊളി മോനെ. ഇനിയൊരു വരവ് വരാത്തവർക്ക് ഭയങ്കര നഷ്ടവും. അതെ, വരാത്തവർക്ക് ഭയങ്കര നഷ്ടമാണ്. പക്ഷെ ഇനി വരല് നടക്കൂല. വെറുതെ അല്ല പ്രേംജി, മനഃപൂർവ്വം ഒഴിവാക്കിയതാ. മനഃപൂർവ്വം. രാത്രി പറഞ്ഞെന്താ അറിയോ? അനുഭവിച്ചാലേ അറിയൂ. എന്നെ നിങ്ങൾ വിളിച്ചപ്പോ പറഞ്ഞു, അത് നിങ്ങൾ എന്നോട് എന്താ പറയാത്തെ? വല്ലാത്തൊരു കുളിരായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പ്രവേശനമല്ല. അവിടെ നല്ല ഡിപ്പാർട്ട്മെൻ്റൽ ബോർഡുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് കയറി പോകുന്നത് നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ലതല്ല. ഓക്കെ, അപ്പം എന്താ കോട ഇങ്ങനെ കയറി വരുന്നു കേട്ടോ. ഒന്നും കാണാൻ വയ്യ, ആണല്ലേ? ടൈം ഇതാ 9 മണിയായി. കോട ഇങ്ങനെ കയറി വരിക കേട്ടോ. പക്ഷെ വ്യൂ ഒന്നും കാണാൻ വയ്യ. പക്ഷേ ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഡൗൺ ഹിൽ അത്രയും കെയർ ചെയ്തിട്ട് വേണം പോകാൻ. കോടയാണെങ്കിൽ നമ്മൾ പെടും. വരുമ്പോൾ അത്ര പ്രശ്നമില്ലായിരുന്നു. കോട ഇങ്ങനെ മൂടാൻ തുടങ്ങി. വെള്ളം ബഷീർക്ക ബോട്ടിൽ വെള്ളം എടുക്കില്ല, റൈഡ് പോകുമ്പോൾ. അതായത് കോമണായിട്ടൊരു 10-50 കിലോമീറ്റർ വരെ അല്ലേ വെള്ളം കുടിക്കാതെ തന്നെ പോവും. പക്ഷേ ഇന്ന് ആകെ ഒരു 4 കിലോമീറ്റർ നമ്മൾ കയറിയിട്ടുള്ളൂ. പക്ഷെ വെള്ളം കുടിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല, വേറെ തന്നെയാണ് ആണ് കേട്ടോ. നമുക്ക് വ്യൂ ഒന്നും കിട്ടൂല. ഇതാണ് അവസ്ഥ കേട്ടോ. ആ ഒരു ഏരിയ നമുക്ക് വ്യൂ കിട്ടുമായിരുന്നു. പക്ഷേ കോട ആയതുകൊണ്ട് ഒന്നും കാണില്ല. ഓക്കെ,
രാവിലെ വിളിച്ച് ഈ ഫോൺ എടുക്കണ്ട കേട്ടോ, രാവിലെ വിളിച്ചിട്ട് ഈ ഫോൺ എടുക്കണ്ട. നെല്ലിമാളത്ത് കൂടെ മഴ കയറിപ്പോയോ? ആണ്ട ചായ പിടിച്ചു പോണത്. എവിടുന്ന്? ഞങ്ങളിത് കഴിഞ്ഞ് വിചാരിച്ചിട്ട് ഇറങ്ങിയാ. മഴ കഴിഞ്ഞു അല്ല, കട കഴിഞ്ഞ് വിചാരിച്ചിട്ട്. കട ഇവിടെ അല്ലേ? ചായ അടിച്ചിട്ട് വേണ്ട വേറെ ആരല്ലേ? ഞാനുണ്ട്. വേറെന്താ സ്ഥിതി? നിങ്ങളെങ്ങട്ടാ കുട്ടികളൊക്കെ ആയിട്ട്? എങ്ങട്ടാ ഉണ്ടോ? അങ്ങോട്ടോ? നമ്മൾ മാണ്ടാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി, ഡൗൺ ഹിൽ ചെയ്ത് ഇറങ്ങി. ഇനി കൽപ്പറ്റ റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നെല്ലിമാളന്ന് വേങ്ങച്ചോല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചന്തുവേട്ടനെ കണ്ട ആ ഒരു സ്പോട്ടില്ലേ, വേങ്ങച്ചോല എന്ന് പറയാം. അവിടെ വരെ പോയി തിരിച്ച് നേരെ മാണ്ടാട് ഇറങ്ങി ഇപ്പോൾ കൽപ്പറ്റ എത്തി. നമ്മളെ ഗരയിലേക്ക് എത്തിട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. ഒരു എന്താ പറയുക, ഇനി ചിലപ്പം അടുത്തൊരു ട്രിപ്പ് ആ റൂട്ട് പോവും എന്നൊന്നും ഉറപ്പില്ല, പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കണം. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് കേട്ടോ. ക്ലൈമ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പക്ക അടിപൊളി റൂട്ടാണ്. ആകെ ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ അത് വേറെ എക്സ്ട്രീം ലെവലാണ് കേട്ടോ. അടിപൊളിയാണ്. കോൺക്രീറ്റ് റോഡാണ്, വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. അധികം ആരും അങ്ങനെ പോവാത്തൊരു റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ആ ഒരു വേങ്ങച്ചോല കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മളൊരു വ്യൂ പോയിൻ്റ് കാണാമെന്നുള്ള രീതിയിലാണ് പോയത്, പക്ഷേ കോട മൂടിയാണ്ട് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയല്ലോ. റൈഡ് കേസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സുഫി, സൈനിങ് ഓഫ്.